ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ആദിത്യയുടെ സൂയിസൈഡിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ആദിത്യയുടെ സൂയിസൈഡ് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും ന്യൂസും ഒക്കെ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ആദിത്യ ബിനോയിനെ തേച്ചു, ബിനോയ് ആദിത്യനെ തേച്ചു, അല്ലെങ്കിൽ ആദിത്യയുടെ പാരൻസിനെ കുറിച്ച് അവരുടെ പാരന്റിങ് ശരിയില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവരുടെ മകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അവരെ സംബന്ധിച്ച് വളരെ വേദനാജനകമായിരിക്കും. എല്ലാ അച്ഛനമ്മമാരും അവരുടെ മക്കളെ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് വളർത്താനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ അവിടെ ഇവിടെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ സാധാരണയായി വരാറുണ്ടെന്ന് അറിയാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പം ഞാൻ ഇവരുടെയൊക്കെ വീഡിയോസിൻ്റെ അടിയിൽ കുറേ കമൻസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻസിൽ എന്നെ വളരെ വേദനിപ്പിച്ച ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു മകള് നഷ്ടപ്പെട്ട സമയത്ത് ഒരു അച്ഛനോട് ചോദിക്കാൻ തോന്നുന്നേ എന്ന രീതിയിലുള്ള ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഈ അച്ഛനും മകളും മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം കൊടുത്തിട്ടുള്ള ഒരു ന്യൂസ് ചാനൽ, ഏതോ ഒരു ന്യൂസ് ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് അവരിങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നു, ഇവർ സംസാരിക്കുന്നു. അതിൻ്റെ അണ്ടറിലാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇയാൾ എന്തൊരു അച്ഛനാണ്, ഇയാൾക്ക് ഒരു വിഷമവും ഇല്ലല്ലോ, ഇയാൾ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് ഇയാൾക്ക് ഒരു വിഷമമില്ല എന്ന രീതിയിൽ ഒരു കമൻ്റ് അല്ലാണ്ട് നിറയെ കമൻറ്റ്സ് ഇങ്ങനെ അതിൻ്റെ താഴെയായിട്ട് കാണാനിടയായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ കമൻസുകൾ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഒരു മകൾ മരിച്ച മണിക്കൂറുകൾക്ക് ശേഷം അയാൾക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ തന്നെ വളരെ ദയനീയമാണ്. ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കമന്റുകൾ കൂടെ അദ്ദേഹം കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം വിഷമം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മകൾ മരിച്ചിരിക്കുന്ന ഒരു അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ കരയുന്നില്ലല്ലോ, നിങ്ങൾക്ക് വിഷമമില്ലല്ലോ എന്ന് ചോദിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടെ കഴിയുന്നില്ല. കാരണം ഓരോ മനുഷ്യനും അവരുടെ ഫീലിങ്സുകളെ എക്സ്പ്രസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഓരോരുത്തരും എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളെ മോള് മരിച്ചില്ല, എന്താ നിങ്ങൾ കരയാത്തെ, അങ്ങനെ ചോദിക്കുന്നതിന് തുല്യമായിട്ടാണ് ആ കമൻസിലുള്ളത്. അപ്പോൾ അത് വായിച്ചപ്പോൾ വളരെ വിഷമം തോന്നി. അദ്ദേഹം ആ ഒരു വേദന കടിച്ചമർത്തിയിട്ടായിരിക്കാം ഈ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവുക. കാരണം അദ്ദേഹത്തിന്റെ മകള് പോയി, ഇനി അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പോരാട്ടത്തിനാണ് അദ്ദേഹം റെഡി ആയിട്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് കരയാത്തതെന്നൊക്കെ ചോദിക്കുന്നത് കാണുമ്പോൾ വളരെയേറെ വിഷമം തോന്നുന്നുണ്ട്. ആളുകളുടെ മൈൻഡ് എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ചോദിക്കാൻ കഴിയുന്നതെന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ കൂടെ കഴിയുന്നില്ല. അവരുടെ വീടുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഇത് എത്രത്തോളം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ അവരുടെ പേരൻസിൻ്റെ അടുത്ത് അവരുടെ റിലേറ്റീവിനോട് ഈ ഒരു ക്വസ്റ്റ്യൻ പോയി ചോദിക്കുക എന്നുള്ളത് അറിയുന്നില്ല. ഇത്തരക്കാർ വേണമെങ്കിൽ അവരുടെ അടുത്തും ചോദിക്കുമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വന്ന് പബ്ലിക്കായിട്ട് ചോദിക്കുന്നത്. ഒരു അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ഒരു വേദനയൊന്നും പുറത്തുള്ള ഒരാൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല എല്ലാവരും അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്തായാലും വളരെ കഷ്ടം തോന്നുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു മെന്റാലിറ്റി കാണുമ്പോഴത്തേനും. ഇതിൻ്റെ ഇടയിലാണ് ബിനോയുടെയും ആദിത്യയുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ കാണാം. എനിക്കിതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇപ്പം നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം ഇപ്പം ഈ ഞാമ്പാറു എന്ന് പറയുന്ന കുട്ടിയുടെ കേസിൽ, മീൻസ് സൂയിസൈഡ് കേസിൽ ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിനോയ് എന്നാണ്, ആ ചേട്ടനെയാണ്. ഇപ്പം എന്തോ പറയുന്നത്, ഇവർ പറയുന്നതാണ് ആ കൊച്ചിനെ മെൻ്റലി കുറേ പീഡിപ്പിച്ചത് ബിനോയ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ബിനോയിയുടെ ഭാഗത്തൊരു തെറ്റും ഇല്ല എന്നാണ് ഞാൻ പറയണത്. കാരണം തെറ്റില്ല എന്നല്ല, ബ്രേക്കപ്പ് ആയ അതിൻ്റെ ഒരു തെറ്റ്, മീൻസ് അതിൻ്റെ അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ഇപ്പം ഈ കൊച്ചിങ്ങനെ ചെയ്യാൻ കാരണം ഇവരുടെ വീട്ടുകാരാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഒരു കൊച്ചിൻ്റെ വീട്ടുകാരും കൂടെ സപ്പോർട്ടില്ലാത്ത ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ കൊച്ചിൻ്റെ വീട്ടുകാർ കുറച്ചെങ്കിലും സപ്പോർട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ടെങ്കിൽ ഈ കൊച്ചിങ്ങനെ ചെയ്യാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതുമല്ല എന്താ പറയുക, വീട്ടുകാരാണ് സത്യം പറഞ്ഞ, വീട്ടുകാരും നാട്ടുകാർക്കും നല്ല പങ്കുണ്ട്. കാരണം ഒരു കൊച്ചിനെ പറ്റി പറയുന്നതിലപ്പുറം പറഞ്ഞാൽ അതാരായാലും. അപ്പം ആ ഒരു ചേട്ടൻ കാരണമാണ് ഇവളിപ്പോൾ ഇങ്ങനെ ചെയ്തെങ്കിൽ ഇവർക്ക് ഇതിനു മുമ്പേ ഇത് ചെയ്യായിരുന്നു. കാരണം ഇവർ ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പം 3-4 മാസം ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് ചെയ്യണമെങ്കിൽ ഇതിനർത്ഥം ഇപ്പോഴായിട്ട് വീട്ടിൽ എന്തെങ്കിലും സീനുണ്ടായി കാണും, നല്ല സീനുണ്ടായി.
അതിൽ വെച്ചിട്ടാണ് ഇവളിങ്ങനെ ചെയ്യുന്നത്. കാരണം വീട്ടുകാർ കുറച്ചെങ്കിലും സപ്പോർട്ട് തന്നതിന് ഒരു എനിക്ക് വീട്ടുകാർ ഇതിന് ഞങ്ങൾ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട, എന്തോ നിന്നെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കുമായിരുന്നു, സത്യം പറയാലോ. പക്ഷെ ഇവള് ഇങ്ങനെ ചെയ്തതിന് കാരണം വീട്ടിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു നല്ലുണ്ട്. ബിനോയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഈ കുട്ടി. അപ്പോൾ മൈനറായിട്ടുള്ള ഒരു കുട്ടീനെ വിവിധ പ്ലേസസിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റല്ലാത്തൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ കുട്ടിയും ഈ കുട്ടിയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സും എനിക്ക് തോന്നി ഇവരെല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും നോൺസെൻസ് ആയിട്ടുള്ള ഒരു കാര്യം പബ്ലിക്കായി വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് വിവരമില്ലായ്മയാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ കുട്ടിയുടെ പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാൻ മാത്രമേ എനിക്കിപ്പോൾ തോന്നുന്നുള്ളൂ. അതുപോലെ തന്നെ ബിനോയിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, പിന്നെ ബിനോയിനെ മാത്രം എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കമന്റ് ബോക്സിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടുപേരും ഈക്വലി തെറ്റുകാരാണെങ്കിൽ കൂടെ ഇന്ന് ആ കുട്ടി ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് ആ കുട്ടിയുടെ അടുത്ത് നിങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടീനെ ശിക്ഷിക്കാനോ നമുക്ക് കഴിയില്ലല്ലോ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ബിനോയാണ്. ബിനോയ് ചെയ്തിരിക്കുന്നത് തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനറായ ഒരു കുട്ടീനെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം മൈനറായിട്ടുള്ള ഒരു കുട്ടി കൺസെന്റ് ബിനോയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ അത് മൈനറായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് എസ്കേപ്പ് ആവേണ്ടിയിരുന്നത് ബിനോയാണ്. പക്ഷെ ആ ബിനോയ് ചെയ്തിരിക്കുന്നത് ആ കുട്ടീനെ വിവിധ പ്ലേസസിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആരൊക്കെ എന്തൊക്കെ ന്യായങ്ങൾ ബിനോയ്ക്ക് വേണ്ടി വാദിച്ചാലും ചെയ്തിരിക്കുന്ന കാര്യം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. മൈനറായിട്ടുള്ള കുട്ടിയുടെ കൺസെന്റിന് യാതൊരു വാല്യൂ ഇല്ല എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ കമന്റ് ഇടുന്ന ആളുകളോട് പറയാനുള്ളത്. അതിന്റെ കൂടെ തന്നെ ഈ കുട്ടി പറയുന്ന മറ്റൊരു കാര്യം, പാരന്റ്സ് ഈ കുട്ടിയുടെ കൂടെ നിന്നില്ല എന്ന ഒരു കാര്യമാണ് അല്ലെ. ആ കുട്ടി എടുത്തു പറയുന്നുണ്ട് പാരന്റ്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി ജീവിച്ചിരിക്കുമായിരുന്നു എന്ന്. അപ്പൊ നിങ്ങൾ കുട്ടികളും ഒന്ന് ഓർക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ എന്ത് തോന്നിവാസവും ചെയ്തിട്ട് വന്നിട്ട് പാരന്റ്സ് എന്താണ് നിങ്ങളെ വഴക്കവും ചീത്തയൊന്നും പറയില്ല എന്നാണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ആ കുട്ടി ചെയ്ത കാര്യത്തിന് ആ കുട്ടിനെ വഴക്ക് പറഞ്ഞതിൽ ആ പാരന്റ്സിനെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് പറ്റൂല. കാരണം അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ കുട്ടി ചെയ്തു വന്നിരിക്കുന്നത്. ഇതറിഞ്ഞ ഏതൊരു പാരന്റ്സും കുട്ടിയെ അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്യും. അത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ പാരന്റ്സ് കൂടെ നിന്നില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാനായിട്ട് പറ്റില്ല. സാധാരണ കുട്ടികൾ ചെയ്യുന്നതിനും എത്രയോ മുകളിലുള്ള ഒരു കാര്യമാണ് ഈ കുട്ടി ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ കുട്ടിയുടെ പാരന്റ്സ് വഴക്ക് പറയരുത്, അടിക്കരുത് എന്നൊക്കെ പറയുന്നതിനോട് നമുക്ക് തീരെ യോജിക്കാനായിട്ട് പറ്റില്ല. മക്കള് നന്നായി കാണണമെന്നാണ് ഏതൊരു പാരന്റ്സും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പാരന്റ്സ് ചിലപ്പോൾ അടിച്ചെന്നോ വഴക്ക് പറഞ്ഞെന്നോ എന്നൊക്കെ ഇരിക്കും. അത് കേട്ട് ഓടിച്ചെന്ന് സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. അവർ ചെയ്യുന്ന വിഡ്ഢിത്തരമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അച്ഛനും അമ്മയും പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പറയുന്നത് കേട്ട് നന്നായി പഠിക്കുക, നല്ലൊരു ജോലി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക. അതിനുശേഷം നമുക്ക് പ്രണയിക്കാനും കല്യാണം കഴിക്കാനും ഒക്കെ അതിനുശേഷം ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് പഠിക്കാനുള്ള സമയമാണ്. അത് നന്നായിട്ട് നിങ്ങൾ വിനിയോഗിക്കുക. അതുപോലെ തന്നെ അച്ഛനമ്മമാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് നമ്മൾ കുട്ടികൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക. നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക. കുട്ടികളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിക്കുക. ക്യാരക്ടർ ഫോർമേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എസ്പെഷ്യലി ആൺകുട്ടികളുടെ അടുത്ത് സ്ത്രീകളെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ സ്ത്രീകളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.